നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ കോൺഗ്രസ് പട്ടിക കൂടി വന്നതോടെ മത്സര ചിത്രം തെളിഞ്ഞു. മുന്നണികൾ പൂർണ്ണമായും വരും ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ ആവേശത്തിലേക്ക് കടക്കും. 37 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ കൂടി കോൺഗ്രസ് പ്രഖ്യാപിച്ചതോടെ UDF ക്യാമ്പിൽ വ്യക്തതയുണ്ടായി. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ കോൺഗ്രസിന്റെ പട്ടിക കൂടി വന്നതോടെയാണ് സംസ്ഥാനത്ത് മത്സര ചിത്രം വ്യക്തമായത്. മുന്നണികൾ വരും ദിവസങ്ങളിൽ പൂർണ്ണമായും തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ ആവേശത്തിലേക്ക് എത്തും. കോൺഗ്രസ് 37 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ കൂടി പ്രഖ്യാപിച്ചതോടെയാണ് UDF ക്യാമ്പിൽ വ്യക്തതയുണ്ടായത്. 3 മുന്നണികളും സംസ്ഥാനത്തുടനീളം പ്രചാരണം ശക്തമാക്കിയിട്ടുണ്ട്. MP-മാർ നിയമസഭയിലേക്ക് മത്സരിക്കേണ്ടതില്ലെന്ന ഹൈക്കമാൻഡ് നിലപാടിൽ മാറ്റമില്ലാത്തതോടെ കെ സുധാകരനും അടൂർ പ്രകാശും പട്ടികയിൽ നിന്ന് പുറത്തായി. ലൈംഗിക പീഡന കേസിൽ പ്രതിയായ സിറ്റിംഗ് MLA എൽദോസ് കുന്നപ്പള്ളിയെ പെരുമ്പാവൂരിൽ നിന്നും മാറ്റി. പകരം മനോജ് മുത്തേടൻ സ്ഥാനാർത്ഥിയാകും. ജോസഫ് വാദിക്കൻ, പാലോടി രവി, R ചന്ദ്രശേഖരൻ തുടങ്ങിയ പ്രമുഖ നേതാക്കളും ഇത്തവണ UDF പട്ടികയിൽ ഇടം പിടിച്ചില്ല. KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യറുടെ പേര് അവസാന നിമിഷം ഒഴിവാക്കി. കടുത്ത തർക്കങ്ങൾക്കൊടുവിൽ കൊച്ചി മണ്ഡലത്തിൽ DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനെ സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചു. ചെങ്ങന്നൂരിൽ എബിയ കുര്യാക്കോസ്, പൂഞ്ഞാറിൽ സജി ജോസഫ്, കാഞ്ഞിരപ്പള്ളിയിൽ അഡ്വക്കേറ്റ് റോണി കെ ബേബി എന്നിവർ അപ്രതീക്ഷിത സ്ഥാനാർത്ഥികളായി വന്നതോടെ മത്സരം കടുത്തതായി. നേരത്തെ പ്രഖ്യാപിച്ച 55 പേർക്ക് പുറമെയാണ് കോൺഗ്രസ് 37 പേരുടെ പട്ടിക കഴിഞ്ഞ ദിവസം വൈകി പ്രസിദ്ധീകരിച്ചത്. BJPയും രണ്ടാം പട്ടിക കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ചു. പ്രമുഖരുടെ കൂട്ടത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുള്ളത്. LDFന്റെയും UDFന്റെയും മിക്ക സ്ഥാനാർത്ഥികളും കഴിഞ്ഞ ദിവസം പത്രിക സമർപ്പിച്ചു. പത്രികാ സമർപ്പണത്തിന് ഇനി 2 ദിവസം മാത്രമാണ് അവശേഷിക്കുന്നത്. ശനി, തിങ്കൾ ദിവസങ്ങളിൽ മാത്രമാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ കഴിയുക. തിങ്കളാഴ്ചയാണ് പത്രികാ സമർപ്പണത്തിന്റെ അവസാന തീയതി. ബുധനാഴ്ചയാണ് പത്രികകൾ പിൻവലിക്കാനുള്ള അവസാന തീയതി. ഇതിനുശേഷമായിരിക്കും പ്രചാരണം കൂടുതൽ കൊഴുപ്പാവുക. ന്യൂസ് ഡെസ്ക്.